പ്രൈസ് ദി ലോർഡ്. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഇതായി നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും നിന്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം ചെലവഴിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ ഒന്നിച്ച് ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ. ഇങ്ങനൊരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിന് തന്നതിനായി സ്തോത്രം. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്ന് ഈ പ്രാർത്ഥന സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന അനുഭവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അപ്പച്ചാ നിന്റെ പാദപീഠത്തിനെ കൊണ്ടുവയ്ക്കുകയാണ്. അവരെ ഞാൻ അനുഗ്രഹിക്കണം, അവരെ ബലപ്പെടുത്തണം. അവരുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് സ്വർഗത്തിന്റെ കലവറ തുറന്ന് ഒരു ദോഷവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് തട്ടാതെ അത്ഭുതകരമായി അതിശയകരമായി ഇത്രയും നാൾ ഇല്ലാത്തൊരു അത്ഭുതം ഇന്ന് വരയ്ക്കും ഞങ്ങൾ പ്രാർത്ഥിച്ച 1202 ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതുവരയ്ക്കും ഇല്ലാത്തൊരു അത്ഭുതം, ഇന്ന് വരയ്ക്കും നടന്നിട്ടില്ലാത്തൊരു സംഭവം എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇന്ന് ചെയ്യണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യക്ക് സ്വതന്ത്രം ലഭിച്ച ദിവസമാണ്. ഇന്നേക്ക് അനേകർ സ്വതന്ത്രമില്ലാതിരിക്കുന്നു. രോഗത്തിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, കടബാധ്യതനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പല ശാപത്തിനാല് പല പൈശാചിക ബന്ധനത്തിനാല് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വെച്ചാൽ അനേകർക്ക് ഇന്ന് വിടുതലില്ല. കർത്താവേ പറയുന്നു ഇന്ന് സ്വതന്ത്ര ദിനമാണ്. നാളെ ഞങ്ങൾക്ക് സ്വതന്ത്രമില്ല. ഫ്രീഡമായി ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ സ്ഥലമില്ല, ഫ്രീഡമായി കടന്നുറങ്ങാൻ സ്ഥലമില്ല, ഫ്രീഡമായി ജീവിക്കാനുള്ള വരുമാനമില്ല. കർത്താവെ പല രീതിയിൽ നിന്റെ കുഞ്ഞുങ്ങൾ ഞെരുക്കത്തിലൂടെ, പ്രയാസത്തിലൂടെ, കഷ്ടതയിലൂടെ, കണ്ണുനീരിലൂടെ, വേദനയോട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ പകൽക്കാലം കേൾക്കുന്ന പ്രാർത്ഥന, ഇന്ന് കൊടുക്കുന്ന ദൂത് നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടിയനെ ബലപ്പെടുത്തിക്കാട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇതിനോട് പ്രാർത്ഥനയിലേക്ക് അനവരെയും ക്രിസ്തുയേശുവിന്റെ നാമം നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് ഒത്തിരി സന്തോഷമായിട്ടുള്ള ആളാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര ദിനമാണ്. എല്ലാ ചർച്ചിലും, നമ്മുടെ ചർച്ചിൽ ഇന്ന് രാവിലെ ഭയങ്കര വലിയ പ്രോഗ്രാമാണ് വെച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഒരു അനോയിന്റിംഗ് മീറ്റിംഗ് ആണ് ഇന്ന് വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ തീ ഇന്ന് കാളി കത്തുന്ന ദിവസമാണ്. ദൈവത്തിന്റെ അഗ്നി തീ ഇറങ്ങുന്ന ദിവസമാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥന. ദൈവം അത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുള്ള ഒരു താല്പര്യത്തോടെ അനേകർ രക്ഷിക്കപ്പെടും, അനേകർ സൗഖ്യം പ്രാപിക്കും, അനേകർ തീക്കകത്തോട്ട് വീണ് കർത്താവിന്റെ മഹത്വം അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ഇരിക്കുന്നത്. ദൈവം അത് ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ, ഒരു വാക്യം നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. മീഖ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മീഖ 2:13 വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. 13-ാമത്തെ വാക്യം. തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. അവൻ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നേ. ദൈവത്തിന് സ്തോത്രം. തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. നമ്മൾ പാട്ട് പാടുമല്ലോ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി. ദൈവത്തിന് സ്തോത്രം. നിശ്ചയമായിട്ടും അത് സത്യമാണ്. നമ്മുടെ ദൈവം തകർക്കുന്ന രാജരാജനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ മുഖത്ത് അവരാഗ്രഹിക്കുന്ന പ്രകാരം പഠിച്ചങ്ങോട്ട് മുന്നേറാൻ പറ്റുന്നില്ല. പഠിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അവർ പഠിച്ചതിന്റെ മാതിരി ഒരു നല്ല ജോലിക്ക് ട്രൈ ചെയ്തു, ജോലി ലഭിക്കുന്നില്ല. വിവാഹത്തിന്റെ പ്രായങ്ങൾ കഴിഞ്ഞു, വിവാഹം തടസ്സമായി നിൽക്കുന്നു, വിവാഹം നടക്കുന്നില്ല. ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾക്ക് വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു, ആ കുഞ്ഞ് ലഭിക്കുന്നില്ല. വിവാഹമായവർക്ക് ദൈവത്തിന് സ്തോത്രം. ഒരു വീട് പണിയാൻ നോക്കുന്നു, പറ്റുന്നില്ല. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു, പറ്റുന്നില്ല. എല്ലാം കയ്യിൽ വരുന്നത് പോലെ തോന്നും. കഴിഞ്ഞു നമ്മുടെ കഷ്ടപ്പാട്, കഴിഞ്ഞു നമ്മുടെ കണ്ണുനീര്, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ പ്രോഗ്രാം ക്യാൻസൽ ആകുന്നത്. ഇങ്ങനെ അങ്ങോട്ട് ആകുമ്പോഴത്തേനും നമ്മൾ അങ്ങ് തകരുകയാണ്, നമ്മുടെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോവുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും? ഞാൻ എന്തുവാ ചെയ്യുന്നത്? ഞാൻ ഒത്തിരി ആശയോടിരുന്നു, ഒത്തിരി പ്രത്യാശയോടിരുന്നു. അനേകർ പ്രാർത്ഥിച്ചു, ഞങ്ങളും പ്രാർത്ഥിച്ചു. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതില്ലെന്ന് പറഞ്ഞ് അനേകരങ്ങ് പ്രയാസപ്പെട്ട് കണ്ണുനീര് വിട്ട് നെടുവീർപ്പ് വിട്ട് ദൈവസ്നേഹത്തെ വിട്ട് അകന്നു പോകുന്നവരും കൂടെ ഉണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കണം.
ദൈവം നമുക്ക് കൊടുക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ വാക്യങ്ങൾ അല്ലെങ്കിൽ ആലോചനകൾ നമ്മൾ കേട്ട് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ ദൈവം ഇവിടെ പറയുന്നത് കണ്ടോ, ദൈവത്തിന് സ്തോത്രം, എത്രമാത്രം വ്യക്തമാണ്. തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ വാതിലുകൾ അടച്ചിരിക്കുന്ന, നിങ്ങൾക്ക് വിരുദ്ധമായി എരിഹോവെ പോലുള്ള മതിലുകൾ കെട്ടിവെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മാന്ത്രികത്തിനാലോ കൂടോത്രത്തിനാലോ പൈശാചിക ബന്ധനങ്ങളിനാലോ നിങ്ങൾക്ക് വരേണ്ട നന്മകൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ തടുത്തു നിർത്തിയിരിക്കുന്ന, നിന്റെ ഗർഭത്തെ തടുത്തു വെച്ചിരിക്കുന്ന, നിന്റെ അനുഗ്രഹത്തെ തടുത്തു വെച്ചിരിക്കുന്ന ആ എരിഹോവെ പോലുള്ള മതിലുകൾ ഇന്ന് കർത്താവിന്റെ മുന്നിൽ സമമാകാൻ പോകുകയാണ്. ഇവിടെ പറയുന്നു, ആമീൻ, ദൈവത്തിന് സ്തോത്രം, ആമീൻ, അവൻ തകർക്കുന്ന ദൈവത്തിന് സ്തോത്രം, എത്രമാത്രം വ്യക്തമായി, തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് നിങ്ങൾക്ക് മുന്നേ പോകുന്നവൻ തകർക്കുന്നവനാണ്. ഈ ആഗസ്റ്റ് 15 ഈ സ്വതന്ത്ര ദിവസത്തിൽ ഈ അതിരാവിലെ സമയത്ത് കർത്താവിന്റെ ദൂത് നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ സ്വതന്ത്രം ലഭിച്ചവരാന്ന് പറയുന്ന പക്ഷെ ഒരു സ്വതന്ത്രവും നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനമില്ല, ശുശ്രൂഷയിൽ ഒരു വളർച്ചയില്ല, നമ്മുടെ ഭവനത്തിനൊരു വളർച്ചയില്ല, കുഞ്ഞുങ്ങൾക്കൊരു ആത്മീകമായിട്ടോ ഭൗതികമായിട്ടോ നന്മ നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി എല്ലാം നശിച്ചു പോയി കിടക്കുകയാണ്. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഉണ്ടോ, ദൈവം ഉണ്ടോ, അങ്ങനെയുള്ള ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ പറയുന്നു, ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് നമ്മോട് പറയാണ്, അവൻ തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. അവൻ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യുന്നു. അവൻ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് പുറപ്പെടുവിക്കുക കർത്താവ്, തടസ്സങ്ങൾ മാറി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം, അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവിടെ തലയ്ക്കലും നടക്കും. കർത്താവ് നിങ്ങളുടെ മുന്നിൽ നടക്കുകയാണ്. നിങ്ങളുടെ രാജാവ് നിങ്ങൾക്ക് മുന്നിൽ നടക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര ഇന്ന് കരവഴിയായിട്ട്, വാനം വഴിയായിട്ട്, കടൽ വഴിയായിട്ട് പല രീതിയിൽ മക്കൾ യാത്ര ചെയ്യുന്നു. ഒരു ഫ്ലൈറ്റ് നമുക്കറിയാലോ, മിനിമം 1 മണിക്കൂർ ഏതാണ്ട് 1000 കിലോമീറ്റർ ദൂരം ട്രാവൽസ്, അത് വേഗത്തിൽ പോകുന്നു. അപ്പൊ അതിന്റെ വേഗത്തിൽ ദൈവം നടക്കുകയാണ്. ദൈവം നടക്കുക. നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്നു, വാഹനത്തിലൂടെ കർത്താവ് നിങ്ങളുടെ മുന്നിൽ നടന്നു പോകുന്നു. നിങ്ങൾ സമുദ്രത്തിൽ പോകുന്നു, കപ്പലിൽ ദൈവം നിങ്ങളുടെ മുന്നിൽ നടന്നു പോകുന്നു. നിങ്ങൾ റോഡിൽ പോകുന്നു. എന്തുമാത്രം ആപത്തുകളാണ് ഈ ലോകത്തേക്ക് നടക്കുന്നത്. കർത്താവ് നമ്മുടെ മുന്നേ പോവുകയാണ്. എന്തിനാ പോകുന്നത്? നമ്മുടെ മുന്നിൽ തകർക്കാൻ നിൽക്കുന്ന ഒരുത്തനുണ്ട്, നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരുത്തനുണ്ട്, നിന്റെ വാതിൽ അടച്ചു വെച്ച ഒരുത്തനുണ്ട്. അവൻ വാതിൽ അടച്ച് അവിടെ നിൽക്കുകയാണ്, നിന്നെ മുന്നോട്ട് വിടത്തില്ല, നിന്നെ അവിടെ തടുക്കുകയാണ്. നീ ഒരടി പോലും മുന്നോട്ടൊരു സ്റ്റെപ്പ് പോലും വയ്ക്കുവാൻ കഴിയാതെ തകർക്കുന്നവൻ അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്, ഈ ലോകത്തിന്റെ തകർക്കുന്നവൻ. എന്നാൽ തകർക്കുന്ന രാജരാജൻ നമ്മുടെ ദൈവം, അവൻ സൈന്യത്തിന്റെ ദൈവമായി പുറപ്പെട്ടു ചെന്ന് നമുക്ക് മുൻപായിരിക്കുന്ന സകല തടസ്സങ്ങളെയും കർത്താവ് മാറ്റുകയാണ്. എരിഹോ മതിലെല്ലാം സമഭൂമിയാകുന്നു. ചെങ്കടൽ താനാ വഴി തുറന്നു കൊടുക്കുന്നു. യോർദാൻ വഴി തുറന്നു കൊടുക്കുന്നു. ഉണങ്ങിയ സ്ഥലത്തിലൂടെ തന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് നടത്തിക്കൊണ്ട് പോകുന്നു. എന്തോ ഒരു അത്ഭുതമായി ഇതെല്ലാം. ഇന്ന് നീ വിവാഹം കഴിച്ച് വർഷങ്ങളായി കാണും, നിനക്കൊരു കുഞ്ഞ് ലഭിച്ചിട്ടില്ല. നിന്റെ ഗർഭത്തിന്റെ വാതിൽ കർത്താവ് ഇന്ന് തുറക്കുകയാണ്. നീ ജോലിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ഒത്തിരി നാൾക്കൾ ഓടി അലഞ്ഞ് പണമെല്ലാം ചെലവഴിച്ച് ഒരു പ്രയോജനമില്ല. ഇന്ന് കർത്താവ് നിനക്ക് ജോലിക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. ദൈവ അത്ഭുതം പ്രവർത്തിക്കും. ഒരു വീട് പണിയാൻ നോക്കുന്നു, പറ്റുന്നില്ല. ഓരോ വിധത്തിലും കർത്താവ് ഇന്ന് വീട് പണിയാൻ പോവാണ്. നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വരണ്ടിയെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ, നിങ്ങളുടെ അപ്പന്റെ കയ്യിൽ നിന്നോ അല്ലെ എവിടുന്നോ നിങ്ങൾക്ക് വരണ്ടേ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ, സ്വത്തുകൾ തടസ്സമായി നിൽക്കുന്നു, അത് വരുന്നില്ല. അല്ലെ അതിന്റെ മേലെ കേസാണ്, നിങ്ങൾ ആ കേസ് ജയിക്കാൻ പറ്റുന്നില്ല. ഇന്ന് കർത്താവ് ആ കേസെല്ലാം ജയിച്ച് നിങ്ങൾക്ക് വരണം, നിങ്ങൾക്ക് തന്നെ വന്ന് ചേരുവാൻ കർത്താവ് സഹായിക്കും. നിങ്ങളിത് അനേക ലക്ഷക്കണക്കിന് പണങ്ങൾ മേടിച്ച് കാണും, ആ മേടിച്ച പാർട്ടി മുങ്ങിക്കാണും. നിങ്ങൾക്ക് അവർ എവിടെ നിന്ന് അറിയത്തില്ല, അഡ്രസ് പോലും ഇല്ല. ഇനി ആ പണം മേടിക്കാൻ പറ്റത്തില്ല, ചോദിച്ചാൽ അവൻ കൊല്ലാൻ വരികയാണ്, എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അതെല്ലാം നിന്റെ മടിയിൽ ഒന്ന് വീഴാൻ പോവുക. നിന്റെ കഥക് തട്ടി വീടിനകത്ത് വരാൻ പോവുകയാണ്. നിങ്ങളത് ഏറ്റെടുക്കണം, നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ കൈവിട്ട് പോയത്, തകർന്നു പോയത്, നഷ്ടപ്പെട്ടത്, ഇനിയും പ്രത്യാശയ്ക്ക് വഴിയില്ലാതെ എല്ലാം ശൂന്യമായതെല്ലാം എന്റെ കർത്താവ് ഇന്ന് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇതോ നിങ്ങളുടെ മുന്നിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം തകർക്കുന്ന രാജരാജനാണ്. ഇന്ന് ദൈവത്തിന്റെ നാമത്തെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഡോറെല്ലാം ഓപ്പൺ ആയിരിക്കുകയാണ്. പത്രോസ് അന്ന് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭയാരെല്ലാം കൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പാതിരാത്രി അവരെ തോളിൽ തട്ടി അവനെ എഴുന്നേൽപ്പിച്ച് അവന്റെ ബന്ധനയെല്ലാം അഴിഞ്ഞ് ചങ്ങലിയെല്ലാം പൊട്ടി
അവനെ ഒന്നാം വാതിൽ, രണ്ടാം വാതിൽ, മൂന്നാം വാതിലേക്ക് കടത്തിക്കൊണ്ട് സത്യമാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ നാമത്തെ വിളിച്ചു പറയട്ടെ, നിന്റെ വാതിലെല്ലാം കർത്താവ് തുറക്കാൻ പോകാൻ. വെളിപ്പാടിന്റെ പുസ്തകം 3:8 നിനക്ക് നടക്കാൻ പോകുകയാണ്. ഇതുവരെയ്ക്കും തടസ്സങ്ങളായിരുന്ന വഴികളെല്ലാം ഒരുത്തനും പൂട്ടാൻ കഴിയാത്തൊരു ഡോറ് ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ഏറ്റെടുക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ആത്മാവിൽ ആരാധിച്ചാട്ട്, വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, വിശ്വസിക്കുന്ന ഒരു കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ട്, ഏറ്റെടുത്താട്ട്. എന്റെ ദൂതാണ്, എന്റെ ഭവനത്തിനാണ്, എന്റെ കുഞ്ഞിനാണ്. വിവാഹം തടസ്സമാണോ? വിവാഹം നടക്കാൻ പോകുന്നു. വേല തടസ്സമാണോ? നിങ്ങൾക്ക് ജോലി തേടി വരാൻ പോകുന്നു. ഏതെല്ലാം തടസ്സങ്ങൾ കർത്താവ് മാറ്റുന്നു. സുവിശേഷ വേല തടസ്സമാണോ? പെയ്ത്തോ മടിയാൻ പറ്റുന്നില്ലയോ? സ്ഥലം മേടിക്കാൻ പറ്റുന്നില്ലയോ? കുഞ്ഞുങ്ങൾ വിശ്വാസികൾ വരുന്നില്ലയോ? എല്ലാം തകർന്ന് തരിപ്പണമോ? പേടിക്കണ്ട, കർത്താവ് നിങ്ങൾക്ക് വഴി തുറക്കുകയാണ്. എനിക്കെല്ലാം കൂടെ എടുത്ത് പറയാൻ ഇവിടെ മുന്നിൽ സമയമില്ല. ദൈവത്തിന്റെ നാമത്തെ വിളിച്ചു പറയാണ്. ഈ 1202 ദിവസം, ഈ അതിരാവിലെ സമയത്ത്, ഈ സ്വതന്ത്ര ദിവസത്തിന്റെ ഈ വെളുപ്പാങ്കാലത്ത് ദൈവത്തിന്റെ ദൂത് നിങ്ങളുടെ കാതിൽ ധ്വനിക്കുകയാണ്. ഇത് നിന്റെ വിടുതലിന്റെ ദിവസമാണ്. നീ ഇപ്പൊ സ്വതന്ത്രമാകാൻ പോകുകയാണ്, വിടുതൽ പ്രാപിക്കാൻ പോകുകയാണ്. രോഗത്തിന്റെ ബന്ധനയിൽ പഴിയാൻ പോകുന്നു, പൈശാചിക ബന്ധനയിൽ പഴിയാൻ പോകുന്നു, മരണത്തിന്റെ ബന്ധനയിൽ പഴിയാൻ പോകുന്നു. കർത്താവ് നടന്നു വരിക, കർത്താവ് നടന്നു വരിക. നിന്റെ കിടക്കയിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ വിഷയത്തിലേക്ക് കർത്താവ് ഇപ്പൊ നടന്നെ കാലടികൾ എടുത്ത് വെച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുക. അവർ ആരാണ്? ഇവിടെ എന്തോ വിളിച്ചു പറയുന്നത്? ദൈവത്തിന് സ്വന്തം തകർക്കുന്ന ആമീൻ, ദൈവത്തെ തകർക്കുന്നവൻ ആമീൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. തകർക്കുന്നവൻ, നിങ്ങൾ പറ, എനിക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു. അത്ഭുതം നടക്കുന്നു, ഓരോന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുന്നിൽ കണ്ട തടസ്സങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അടഞ്ഞ വഴികളും തുറന്നിരിക്കുകയാണ്. അത് വെൺകല കഥകായിരിക്കും, അത് ഇരുമ്പിന്റെ ആയിരിക്കും, എല്ലാം തകർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഇന്നൊരു വിടുതലിന്റെ ദിവസമാണ്. നിങ്ങളത് സ്വതന്ത്രിക്കണം, നിങ്ങളത് ഏറ്റെടുക്കണം, നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങളുടെ രോഗം, മരണം, ശാപം, പട്ടിണി, കഷ്ടപ്പാടുകൾ, നിന്ദകൾ, അപമാനങ്ങൾ, നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങളുടെ കൈവിട്ടു പോയി ആരെല്ലാം കളിപ്പിച്ച് കൊണ്ട് വെച്ചിരിക്കുന്നു, എല്ലാം നിങ്ങളെ തേടി വരാൻ പോവാ. നിങ്ങളുടെ പ്രമോഷൻ, നിങ്ങളുടെ ട്രാൻസ്ഫർ, ഏത് വേണം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവാ. ജോലി തരാൻ പോവാ, ഭവനം തരാൻ പോവാ, ശുശ്രൂഷ ദൈവം മാനിക്കാൻ പോകുന്നു, കുഞ്ഞുങ്ങളെ കർത്താവ് മാനിക്കാൻ പോകുന്നു, കൊച്ചുമക്കളെ ദൈവം തരാൻ പോകുന്നു. നിങ്ങൾക്ക് എല്ലാം നന്മ കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? എങ്കിൽ കർത്താവ് അത് ചെയ്യും. ഞാനത് ഏറ്റെടുക്കുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഈ നല്ല സമയത്തെ ഓർത്തപ്പച്ച തിരുമേനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി അപ്പച്ചന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവമേ നിന്നെ സ്തുതിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ. ഇന്ന് ഈ ആലോചന കേട്ട് ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വ്യക്തിപരമായി ദേശത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും ഇന്ന് അവരുടെ സാക്ഷ്യം ഞാൻ കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങൾ, അവരുടെ കർത്താവ് ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, അതിന്റെ മുഖത്ത് ദൈവത്തിന്റെ വലിയ കരം ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. നീ പുറപ്പെട്ടതിനായി സ്തോത്രം. നിന്റെ മഹത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം. നിന്റെ കാലൊച്ച ഞങ്ങൾ കേൾക്കുകയാണ് കർത്താവേ. നിന്റെ കാലൊച്ച, നീ നടന്നു വരുന്ന കാലൊച്ച ഞങ്ങൾ കേൾക്കുകയാണ്. ഞങ്ങളുടെ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ വിഷയത്തിന്റെ മുന്നിലേക്ക്, ഞങ്ങൾക്ക് തടസ്സങ്ങളായി നിൽക്കുന്ന എരിഹോ മതിലിന്റെ അരികത്തേക്ക് എന്റെ ദൈവം, ഞങ്ങളുടെ ചെങ്കടലിന്റെ മുന്നിലേക്ക്, ഞങ്ങളുടെ യോർദാന്റെ മുന്നിലേക്ക് എന്റെ കർത്താവ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, വഴികളെ തുറന്ന് ഞങ്ങൾക്ക് മുന്നേ ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളത് വിശ്വസിക്കുകയാണ്, ഞങ്ങളത് സ്വീകരിക്കുകയാണ്, ഞങ്ങളത് ഏറ്റെടുക്കുകയാണ്. വിശ്വാസത്തോടെ ഞങ്ങളത് കർത്താവ് ഞങ്ങൾക്ക് കരസ്ഥമാക്കുകയാണ്, സ്വന്തമാക്കുകയാണ്. ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം. ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വ്യക്തിപരമായി ദൈവം അനുഗ്രഹിക്കണം. എല്ലാവരുടെയും ജീവനുള്ള സാക്ഷി ഞാൻ കേൾക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കണം. തടസ്സങ്ങൾ, ശാപങ്ങൾ മുറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഏറെ കാലങ്ങളായത് ശാപങ്ങൾ കുടുംബത്തെ വിട്ട് മുറിയുന്നതിനായി സ്തോത്രം. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞ് മുറിഞ്ഞു വീഴുന്നതിനായി സ്തോത്രം. ദുഷ്ടന്റെ സകല പ്രവൃത്തികളും ഇപ്പൊ മുറിഞ്ഞ് അത് അധമായി കാലിന്റെ കീഴെ വീഴുന്നതിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, അവരുടെ ശരീരത്തിൽ, അവരുടെ ഏതെല്ലാം വിഷയത്തിന്റെ മുഖത്ത് കർത്താവിന്റെ കരം ചലിക്കണമോ അവിടെ ഇപ്പൊ ചലിക്കാൻ തുടങ്ങിയനായി സ്തോത്രം. അത്ഭുതത്തിന്റെ വീര്യ പ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങിയനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വമുള്ള വീര്യമുള്ള കരം നീട്ടിയിരിക്കാനായി സ്തോത്രം. നിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കാനായി സ്തോത്രം. ഞങ്ങളത് വിശ്വസിക്കുന്ന പച്ച, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. അവിടെ പറയുന്നത് കണ്ടോ, എത്രമാത്രം തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. അവൻ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യുന്നു. അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും, 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 നടക്കും. ഇന്ന് കർത്താവ് അത് ചെയ്യുകയാണ്. നിങ്ങളത് വിശ്വസിക്കുക. അതിന്റെ മേലെയുള്ള വാക്യങ്ങളെല്ലാം വായിച്ചു നോക്കിയാൽ അത് ആർക്കാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അതെല്ലാം എടുക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ ഒന്ന് മാത്രം പറയുന്നു, ഇന്ന് അത്ഭുതത്തിന്റെ ദിവസമാണ്.
ഇന്ന് സ്വതന്ത്രത്തിന്റെ ദിവസമാണ്, നിങ്ങൾക്ക് വിടുതലിന്റെ ദിവസമാണ്, അത്ഭുതത്തിന്റെ ദിവസമാണ്. ദൈവത്തിന്റെ ആ കരത്തിന്റെ പ്രവർത്തികൾ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന രുചിക്കുന്ന ദിവസമാണ്. ഏറെ കാലങ്ങളായി വിട്ട കണ്ണുനീരിന് ഇന്ന് നിനക്ക് മറുപടിയുമായി കർത്താവ് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്, നിന്റെ അരികത്തോട്ട് വന്നിട്ടുണ്ട്. നീ സ്വീകരിക്കുക, ഏറ്റെടുക്കുക, വിശ്വസിക്കുക. ദൈവനാമം മഹിമപ്പെടട്ടെ. കർത്താവ് വിടുതലെ കൊടുക്കുമ്പോൾ ഒളിച്ചു മറച്ചു വെക്കരുത്. കള്ളന്മാരെ പോലെ സാക്ഷ്യം പറയണം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉടനെ വിളിച്ചു പറയണം, പാസ്റ്റർ ഇത്രയും നാൾ പ്രാർത്ഥിച്ചതുപോലെ അല്ല, എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, എന്റെ കുഞ്ഞിന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, ഞങ്ങളുടെ ഭവനത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ഓരോരുത്തരും വിളിച്ചു പറയുമ്പോൾ അതെന്തോ ഒരു സന്തോഷമായിരിക്കും അറിയാമോ. മറ്റുള്ളവർക്ക് ഇത് അറിയിക്കുക, കൊടുക്കുക. ദൈവ അത്ഭുതം പ്രവർത്തിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയുടനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് നിമിത്തം ഉണ്ടാകുന്ന സകല മഹത്വവും തിരുമേനിക്കും യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.